പ്രിയപ്പെട്ട +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ, നമ്മുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള കണ്ടന്റ് ആണ് നമ്പർ കൺവേർഷൻ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. തീർച്ചയായും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്പർ സിസ്റ്റം ആയിരുന്നു. പ്രധാനപ്പെട്ട 4 നമ്പർ സിസ്റ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു: ബൈനറി, അതേപോലെ ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. തീർച്ചയായും ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് മുൻ ക്ലാസ്സുകൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്പർ സിസ്റ്റം പരിചയപ്പെടുത്തുന്ന ആ ഒരു ക്ലാസ് കാണാൻ മറക്കരുത്. നമുക്കറിയാം 4 നമ്പർ സിസ്റ്റങ്ങൾ, ബൈനറിയും ഒക്ടലും ഡെസിമലും ഹെക്സാഡെസിമലും എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ തീർച്ചയായും ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർഷൻ നടത്തേണ്ടി വരും. ഇവിടെ നമുക്ക് അതിന്റെ പോസിബിലിറ്റീസ് കാണാം. ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക്, ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക്, ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക്, ഇതേപോലെ ഓരോ നമ്പർ സിസ്റ്റത്തിൽ നിന്നും മറ്റ് 3 നമ്പർ സിസ്റ്റങ്ങളിലേക്കുള്ള കൺവേർഷൻ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ആകെ 12 കൺവേർഷൻസ് ഉണ്ടാവും. ബൈനറി ടു അതർ നമ്പർ സിസ്റ്റം, ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സ, ഡെസിമൽ ടു അതർ, ഒക്ടൽ ടു അതർ, ഹെക്സാഡെസിമൽ ടു അതർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകം പറയാനുള്ളത്, ഒരു ലെങ്തി ക്ലാസ് ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല പ്രോബ്ലം ഓറിയന്റഡ് ആയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ, മുഴുവൻ വീഡിയോയും ഒരേ സമയത്ത് കാണുന്നതിന് പകരം നിങ്ങൾ ഓരോ ഭാഗവും പോസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവുക. നേരത്തെ പറഞ്ഞതിൽ ആദ്യത്തെ കൺവേർഷനിലേക്ക് നമുക്ക് നേരിട്ട് വരാം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചർച്ച തുടങ്ങാം. കൺവേർട്ട് 25 ടു ബൈനറി. സോ ഇതിവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 25നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 12 ആണ് ആൻസർ വരുന്നത്. റിമൈൻഡർ വരുന്നുണ്ട്, അത് ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റി ഇടുക. 12നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6 ആൻസർ കിട്ടുന്നു. റിമൈൻഡർ 0 ആണല്ലോ അല്ലേ? 6നെ 2 കൊണ്ട് വീണ്ടും ഹരിക്കുമ്പോൾ നമുക്ക് 3 ആൻസർ കിട്ടുന്നു. അപ്പോൾ റിമൈൻഡർ 0 ആണത് ഇവിടെ എഴുതുന്നു. 3നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു, അപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നു. പക്ഷെ ഒന്ന് റിമൈൻഡർ ഉണ്ട്, ആ റിമൈൻഡർ ഇവിടെ എഴുതുന്നു. 1നെ 2 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു, അപ്പോൾ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 0 ആണ്, പക്ഷെ റിമൈൻഡർ ഒന്നുണ്ട്, അത് ഇവിടെ എഴുതുന്നു. പിന്നെ ഈ റിമൈൻഡറിനെ മുകളിലേക്ക് എടുത്തെഴുതുന്നു. റിമൈൻഡേഴ്സിനെ ഈ ഒരു ഓർഡറിൽ മുകളിലേക്ക് ഈ ഒരു ഏറോ ഓർഡറിൽ എടുത്തെഴുതി കഴിഞ്ഞാൽ 25 ഈസ് ഈക്വൽ ടു 11001 ബേസ് 2 എന്ന് കിട്ടും. അതായത് 25 എന്ന് പറയുന്ന ഡെസിമലിന്റെ ഈക്വലന്റ് ബൈനറിയാണ് ഇത് എന്ന് മനസ്സിലാക്കാം. നേരത്തെ ചെയ്ത പ്രോസസ്സ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. 25നെ 2 കൊണ്ട് ഹരിച്ചു 12 ആൻസർ കിട്ടി, റിമൈൻഡർ 1 ആണ്, ഫസ്റ്റ് റിമൈൻഡർ ആണ്. 12നെ 2 കൊണ്ട് ഹരിച്ചു 6 ആൻസർ കിട്ടി, 0 റിമൈൻഡർ, സെക്കൻഡ് റിമൈൻഡർ ആണ്. അങ്ങനെ ഓരോ റിമൈൻഡറും എടുത്തെഴുതിയതിനു ശേഷം റീഡ് അപ്പ്, മുകളിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 11001 എന്നതാണ്. ഓക്കെ, ചുരുക്കത്തിൽ എന്താണ് ചെയ്യുന്നത്? ഡെസിമൽ ടു ബൈനറിയിൽ ചെയ്യേണ്ട കാര്യം, decimal number is repeatedly divided by 2 and the remainders are recorded. ഓക്കെ, മുകളിലേക്കായിട്ട് റിമൈൻഡേഴ്സ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. റിപ്പീറ്റഡ്ലി ഡിവൈഡഡ് ബൈ 2 എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. കൺവേർട്ട് 80 ടു ബൈനറി. 80യെ 2 കൊണ്ട് ഹരിച്ചു 40 ആൻസർ കിട്ടി, റിമൈൻഡർ 0 ആണ്. 40യെ 2 കൊണ്ട് ഹരിച്ചു 20 ആൻസർ കിട്ടി, റിമൈൻഡർ 0 ആണ്. 20യെ 2 കൊണ്ട് ഹരിച്ചു 10 ആൻസർ കിട്ടി, റിമൈൻഡർ 0 ആണ്. 10നെ 2 കൊണ്ട് ഹരിച്ചു 5 ആൻസർ കിട്ടി, റിമൈൻഡർ 0 ആണ്. 5നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 2 ആണ് ആൻസർ, പക്ഷെ ഒന്ന് ബാക്കിയുണ്ട്. ഓക്കെ, അതിവിടെ എടുത്ത് എഴുതി. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് പിന്നെ 1 ആൻസർ കിട്ടി, റിമൈൻഡർ 0 ആണ്. ഓക്കെ, വീണ്ടും 1നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ ആൻസർ 0 കിട്ടി, റിമൈൻഡർ 1 ആണ്. ഓക്കെ, മുകളിലേക്ക് എടുത്ത് എഴുതുന്നു. അപ്പോൾ അഗൈൻ ആൻസർ ഈസ് 80 ഈസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 80 എന്ന് പറഞ്ഞാൽ 1010000 ബേസ് 2 എന്നാണ്. ഓക്കെ, ഇതാണ് 80യുടെ കറസ്പോണ്ടിങ് ബൈനറി. ഇനിയും ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. 34നെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ ഈ രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ പോസ് ചെയ്തിട്ട് സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതേപോലെ 125നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ കാണാം. 125നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 62 ആണ് ആൻസർ കിട്ടിയത്, 1 റിമൈൻഡർ ആണ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 1 റിമൈൻഡർ വരുന്നു, മുകളിലേക്ക് എടുത്ത് എഴുതുന്നു. ആൻസർ 125 ഈസ് ഈക്വൽ ടു 1111101. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈനറി ഈക്വലന്റ് ഓഫ് എൻ ഓഡ് ഡെസിമൽ നമ്പർ എൻഡ്സ് വിത്ത് 1. ഇത് ഓഡ് ഡെസിമൽ നമ്പർ ആണല്ലോ, ഒറ്റ സംഖ്യയാണല്ലോ. അപ്പോൾ ഓഡ് ഡെസിമൽ നമ്പറിന്റെ, അതായത് ഒറ്റ സംഖ്യയായ ഡെസിമൽ നമ്പറിന്റെ ബൈനറി അവസാനിക്കുന്നത് 1 കൊണ്ടായിരിക്കും.
ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ബൈനറി ഓഫ് ഈവൻ ഡെസിമൽ നമ്പർ എൻഡ്സ് വിത്ത് 0. ഈവൻ ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഇതൊരു ഈവൻ ഡെസിമൽ നമ്പർ ആണ്, അതിന്റെ ബൈനറി അവസാനിക്കുന്നത് 0 കൊണ്ടാണ്. ഓക്കെ, ഇതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. കൺവേർട്ട് 127 ടു ബൈനറി. എനിക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇതിന്റെ ആൻസർ ഞാൻ ഇതിന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് ബോക്സിൽ ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞ ആൻസർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഹിന്റ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 127നെ ബൈനറിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് അതിന്റെ അവസാന ബിറ്റ് 1 ആണെങ്കിൽ മാത്രമേ ആൻസർ ശരിയാവുള്ളൂ. കാരണം ഒറ്റ സംഖ്യയുടെ ബൈനറി അവസാനിക്കുന്നത് 1 കൊണ്ടായിരിക്കും. അപ്പം ഡെസിമൽ ടു ബൈനറി ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെസിമൽ ടു ബൈനറി നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡെസിമൽ ടു ഒക്ടലും ഡെസിമൽ ടു ഹെക്സാഡെസിമലും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവും. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ചോദ്യം ശ്രദ്ധിക്കും നിങ്ങൾ. കൺവേർട്ട് 125 ടു ഒക്ടൽ. 125 എന്ന് പറയുന്നത് ഡെസിമൽ ആണ്. ബേസ് ഇട്ടിട്ടില്ലെങ്കിൽ ആ നമ്പർ നമുക്ക് ഡെസിമലായിട്ട് കണക്കാക്കാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 125നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ 2 കൊണ്ടാണ് ഹരിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ഹരിക്കുന്നത് 8 കൊണ്ടാണ്. അപ്പോൾ 125നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 15 ആണ്. 15 × 8 120 അല്ലേ? ബാക്കി 5. അപ്പോൾ റിമൈൻഡർ എടുത്ത് എഴുതുന്നു. 15നെ വീണ്ടും 8 കൊണ്ട് ഹരിച്ചാൽ 1 ആൻസർ കിട്ടുക. 15ൽ ഒരു 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശിഷ്ടം എത്രയുണ്ട്? റിമൈൻഡർ എത്രയുണ്ട്? 7 ഉണ്ട് അല്ലേ? അപ്പം 8 + 7 15 ആണല്ലോ. വീണ്ടും 1നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ 0 ആണ്, റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് നേരത്തെ എടുത്തെഴുതിയ പോലെ തന്നെ മുകളിലേക്ക് എഴുതി വായിക്കാം. 175 125 is equal to 175 base 8 ആണെന്ന് പറയാം. ഓക്കെ, മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. കൺവേർട്ട് 400 ടു ഒക്ടൽ. ഇപ്പോൾ 400നെ നമുക്ക് 8 കൊണ്ട് ഹരിച്ചാൽ 50 ആണ് ആൻസർ കിട്ടുക അല്ലേ? 400ൽ 50 8 ആണുള്ളത്. അപ്പോൾ റിമൈൻഡർ 0 ആണ്. ഓക്കെ, റിമൈൻഡർ ഇല്ല. 50നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം പിന്നെ 48 ആണ്. അപ്പോൾ 6 8 48 അല്ലേ? അപ്പോൾ 6 ആണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ റിമൈൻഡർ 2 ആണ്. 48 കഴിഞ്ഞ് 50ലേക്ക് 2 റിമൈൻഡർ വരുന്നുണ്ട്. 6നെ 8 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 0യും ശിഷ്ടം റിമൈൻഡർ 6 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വീണ്ടും മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ 620 400 is equal to 400 base 10 or 400 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ 620 base 8 എന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതിന്റെ തിയറി പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ദ ഡെസിമൽ നമ്പർ ഈസ് റിപ്പീറ്റഡ്ലി ഡിവൈഡഡ് ബൈ 8 ആൻഡ് ദ റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുന്നു, എന്നിട്ട് റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്കായിട്ട് വായിച്ചെടുത്ത് എഴുതുന്നു. ഒരു ചോദ്യം, കൺവേർട്ട് 259 ടു ഒക്ടൽ. മറ്റൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഈ ഒരു ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് ഹരിച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തിട്ട് എന്താണ് ആൻസർ കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കുക. ആൻസർ ഞാൻ കമന്റ് ബോക്സിലേക്ക് തരും. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് ആൻസർ ശരിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം പറയാനുള്ളത് എല്ലാ കൺവേർഷൻസും ഒറ്റ സമയത്ത് തന്നെ ഒരു കേൾവിയിൽ തന്നെ അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ തന്നെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് പോലെ ഓരോ ഭാഗത്തും പോസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 2 കൺവേർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെസിമൽ ടു ബൈനറി, അതുപോലെ ഡെസിമൽ ടു ഒക്ടൽ. ഇനി ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണ്. ഇനി ഡെസിമൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന മറ്റൊരു കൺവേർഷൻ എന്താണ്? ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുന്നു കരുതുന്നു. ചോദ്യം ഇതാണ്, കൺവേർട്ട് 155 ടു ഹെക്സാഡെസിമൽ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 16ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. 16 × 1 16 × 2 അതിന്റെ ആൻസർ ഒന്ന് പഠിക്കുന്നത് 10 വരെ മിനിമം പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പം 155നെ 16 കൊണ്ട് ഹരിക്കുന്നു. ഡെസിമൽ ടു ഹെക്സാഡെസിമലിലേക്കാണെങ്കിൽ നമ്മൾ ഹരിക്കുന്നത് 16 കൊണ്ടാണ്. ബൈനറിയിലേക്കാണ് 2 കൊണ്ട്, ഒക്ടലിലേക്കാണെങ്കിൽ 8 കൊണ്ട്, ഹെക്സാഡെസിമലിലേക്കാണെങ്കിൽ 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 155ൽ 9 16 ആണ് ഉള്ളത് അല്ലെ? 144 അല്ലെ? 9 16 ആണ് ഉള്ളത്. ബാക്കി എത്ര വരുന്നുണ്ട്? 144 കഴിഞ്ഞിട്ട് 155ലേക്ക് 11 ബാക്കിയാണ്. 11 റിമൈൻഡർ ചെയ്യുന്നതിന് പകരം നമുക്കറിയാം ഹെക്സാഡെസിമലിന്റെ 11 എന്ന് പറയുന്ന ഡിജിറ്റിന് ഇക്വലന്റ് ആയ 11 എന്ന് പറയുന്ന ഡെസിമലിന് ഇക്വലന്റ് ആയ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് ബി ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. ഇത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, 0 to 15 വരെയുള്ള നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 10 to 15 വരെയുള്ള ഇതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്തായാലും പഠിച്ചിരിക്കണം. 11 എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ ബി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 9നെ വീണ്ടും 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ശിഷ്ടം? ആൻസർ 0 ആണ്, റിമൈൻഡർ 9 ആണ്. അപ്പൊ മുകളിലേക്ക് എടുത്ത് എഴുതുന്നു. അപ്പൊ 9 11 എന്നല്ല എഴുതേണ്ടത്, ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. 9b എന്നാണ് എഴുതേണ്ടത്. അപ്പൊ 155 base 10 എന്ന് പറഞ്ഞാൽ 9b base 16 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. കൺവേർട്ട് 380 ടു ഹെക്സാഡെസിമൽ. ഓക്കെ,
പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സ്പീഡ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സ്ക്രീനിലേക്ക് നോക്കാതെ ചെയ്ത് നോക്കിയിട്ട് ഇവിടെയുള്ള ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ചോദ്യം മാത്രം നോക്കിയിട്ട്. ചോദ്യം ഇതാണ്: കൺവേർട്ട് 380 ടു ഹെക്സാഡെസിമൽ. 380യെ 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 380 എന്ന് പറയുമ്പോൾ 38 2 16ആണുള്ളത് അല്ലേ? അപ്പോൾ 32. അത് കഴിഞ്ഞിട്ട് പിന്നെ 60 3 16ആണുള്ളത്, 48. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 12 റിമൈൻഡർ ആണ് കിട്ടുക. ഓക്കെ, ചുരുക്കത്തിൽ 380നെ 16 കൊണ്ട് ഹരിച്ചാൽ 23 ആൻസറും 12 റിമൈൻഡറും കിട്ടും. അപ്പോൾ 12 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്, ടേബിൾ പ്രകാരം സി എന്നുള്ളതാണ് അതിൽ ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത്. 23നെ വീണ്ടും 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 23നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ്, കാരണം ഒരു 16 മാത്രമേ 23-നുള്ളൂ. പക്ഷേ റിമൈൻഡർ 16 ശേഷം 23ലേക്ക് 7 റിമൈൻഡർ വരുന്നുണ്ട്. 1നെ വീണ്ടും 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ പിന്നെ ആൻസർ 0 ആണ്, റിമൈൻഡർ 1 തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താണ്? 380/10 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 380 എന്നുള്ള ഡെസിമലിന്റെ ഈക്വലന്റ് എന്താണ്? 17C/16 എന്നാണ്. ഇൻ ദിസ് മെത്തേഡ് ഡെസിമൽ നമ്പർ ഈസ് റിപ്പീറ്റഡ്ലി ഡിവൈഡഡ് ബൈ 16 ആൻഡ് റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. ശ്രദ്ധിക്കുക, ഡെസിമൽ ടു ബൈനറിയിലാണെങ്കിൽ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുന്നു. ഡെസിമൽ ടു ഒക്ടലാണെങ്കിൽ 8 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുന്നു. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുന്നു. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൺവേർട്ട് 174 ടു ഹെക്സാഡെസിമൽ. ഈ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. ആൻസർ എന്താണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. കമന്റ് ബോക്സിൽ ഞാൻ എൻ്റെ ആൻസർ തരും, അത് അവിടെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കൺവേർഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഡെസിമൽ ടു അതർ 3, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ ആൻഡ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ടതില്ല, വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ഫോം എഴുതുന്ന സമയത്ത് ഇത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ കൺവേർട്ട് 11011 ബേസ് ടു ഡെസിമൽ എന്താണ് ചോദ്യമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബൈനറിയുടെ ഡിജിറ്റുകൾ ഇങ്ങനെ എടുത്തെഴുതുക. ഓക്കെ, ഇത് നമുക്ക് മനസ്സിൽ എടുത്തെഴുതാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് പേപ്പറിൽ തന്നെ എടുത്തെഴുതാം. ശേഷം ഇതിന് ഓരോ ബൈനറി ബിറ്റിന്റെയും വെയിറ്റ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്പർ സിസ്റ്റം പരിചയപ്പെടുന്ന സമയത്ത് വെയിറ്റ് എന്താണെന്ന് പറഞ്ഞതാണ്, പ്ലേസ് വാല്യൂ. ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ എടുത്തെഴുതുക. അപ്പോൾ ഇതെന്താണ് സംഭവം? 2 2 0 2 1 2 2 എന്താണെന്നുള്ളത് ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. 2 0 മുതൽ 2 10 വരെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. 2 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. ഏത് നമ്പറിന്റെ മുകളിൽ റേസ് ടു 0 എന്ന് എഴുതിയാലും ആൻസർ 1 ആണ്. അപ്പോൾ 2 0 1 ആണ്, 2 1 2 ആണ്. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ 2 9 512 ആണ്, 2 10 1024 ആണ്. ഇതെന്തായാലും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും, പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇങ്ങനെ എടുത്ത് എഴുതിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോന്നിനെയും 1 ഇൻറ്റു അതിന്റെ പ്ലേസ് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ആൻസർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷന്റെ ആൻസറിനെ സം ചെയ്യുക. ഓക്കെ, ബിറ്റിനെ വെയിറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? 27 ആൻസർ കിട്ടും. ഇത് ഓൾറെഡി നമ്പർ സിസ്റ്റം പരിചയപ്പെടുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ബൈനറി ടു ഡെസിമൽ ക്ലിയർ ആണല്ലോ. ചെയ്യേണ്ട കാര്യം മറ്റൊരു ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. 11000010. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബിറ്റ് 0 വരുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും തുടക്കത്തിൽ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ 0ന്റെ ഭാഗം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുക. ഈ പ്ലേസ് വാല്യൂ കൃത്യമായിട്ട് 2 0 മുതൽ 2 6 വരെയാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ? ആകെ 7 ഡിജിറ്റ് ആണുള്ളത്. 1 2 3 4 5 6 7. അപ്പോൾ ഇതിലെ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റിനെ ഓരോ ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സം ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ബൈനറി നമ്പർ can be converted into its decimal equivalent by summing up the product of each bit. By summing up, കൂട്ടുക. The product of each bit, ഓരോ ബിറ്റിന്റെയും പ്രൊഡക്റ്റ് എന്തുമായിട്ട്? ആൻഡ് ഇസ് വെയിറ്റ്. വെയിറ്റും ബിറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷന്റെ സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ബൈനറിയുടെ കറസ്പോണ്ടിങ് ഡെസിമല് കിട്ടുന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 1010. ഇതിനെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് 0ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് 2 0 ആണ്, ഇത് 2 1 ആണ്, ഇത് 2 2 ആണ്, ഇത് 2 3 ആണ്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഇവിടെ നമുക്ക് ഇത് 8 ആണ്, 2 3 എന്ന് പറഞ്ഞാൽ 8 ആണ്, ഇത് 0 ആയിട്ട് പോയി, ഇത് 2 ആണ്. അപ്പോൾ 8 + 2 10, ഇത് 0 ഭാഗമാണ്. അപ്പോൾ 10 ആണ് ഡെസിമൽ ഈക്വലന്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 110110001. ഇത് ചെയ്യുന്ന കാര്യം എങ്ങനെയാ നോക്കുക.
നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനി നമ്പർ റേസ് ടു 0 ഈസ് 1, x റേസ് ടു 0 ഈസ് 1 ഓർമ്മിച്ച് വെക്കുക. അവസാനം ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഡെസിമൽ എന്ന് പറയുന്നത് 217 ആണ്. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കൺവേർട്ട് 101011 ബേസ് ടു ഒരു ഡെസിമൽ. ഓക്കെ, ഈ ഭാഗത്തുള്ള ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ എന്താണെന്നത് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ തന്നെ എല്ലാ കൺവേർഷനും പരിചയപ്പെടുത്താന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വേഗതയിൽ പോവേണ്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. അടുത്തത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഇവിടെ ചെയ്യുന്ന കാര്യം അത് നമുക്ക് തിയറി ആയിട്ട് നേരത്തെ ബൈനറി ചെയ്ത പോലെ തന്നെ നമുക്ക് പറയാം. ഒക്ടൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഡെസിമൽ ഈക്വലന്റ് ബൈ സമ്മിങ് അപ്പ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ഒക്ടൽ ഡിജിറ്റ് ആൻഡ് ഇറ്റ്സ് വെയിറ്റ്. ഓരോ ഒക്ടൽ ഡിജിറ്റും അതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ സിസ്റ്റം പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒക്ടൽ നമ്പറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8ന്റെ പവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും 157 ബേസ് 8ന്റെ ഡെസിമലിലേക്ക് മാറ്റാനാണ് ചോദ്യമെങ്കിൽ ആദ്യം 157 എഴുതുക. ഓരോ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് വെയിറ്റ് എടുത്ത് എഴുതുക. അപ്പോൾ 7ന്റെ വെയിറ്റ് 8/0 ആണ്, 5ന്റെ വെയിറ്റ് 8/1 ആണ്, 1ന്റെ വെയിറ്റ് 8/2 ആണ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം 8/2 എന്ന് പറഞ്ഞാൽ 64 ആണ്. 8/1 ഈസ് 8 itself, 8 തന്നെയാണ് അല്ലേ. അതുപോലെ 8/0 ഈസ് 1. അപ്പോൾ 1 × 64 64, 5 × 8 40, 7 × 1 7. ഓക്കെ, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 111 കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. കൺവേർട്ട് 1005 ബേസ് 8 ടു ഡെസിമൽ. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. വെയിറ്റ് ഇവിടെ ഒരു വെയിറ്റ് 8/3 കൂടെ വരുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 8/0 1 2 3. അപ്പോൾ 10005 മൾട്ടിപ്ലിക്കേഷൻ ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും അതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 8/3 ആണ്, 0 × 8/2 ആണ്, 0 × 8/1 ആണ്, 5 × 8/0 ആണ്. 8/3 is 512. Okay, 8/2 is 64, 64 × 8 is 512. 512 പ്ലസ് ഇത് രണ്ടും 0 ആയി പോയി. 0 × 8/0 0 ആണ്, 0 × 8/2 0 ആണ്, 0 × 8/1 0 ആണ്, 5 × 8/0 5 ആണ്, 5 × 1 ആണ്. അപ്പോൾ 512 പ്ലസ് 5 517 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ എന്താ ചെയ്യുന്നത് നോക്കാം നിങ്ങൾക്ക്. ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ. ഇവിടെ ചോദ്യം ഇതാണ്, 143 എന്നുള്ള ഒക്ടലിന്റെ എങ്ങനെ ബൈനറിലേക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്ലേസ് വാല്യൂ ഓരോന്നിന്റെയും ശ്രദ്ധിക്കുക. 1ന്റെ 8/2 ആണ്, 4ന്റെ 8/1 ആണ്, 3ന്റെ 8/0 ആണ്. പിന്നെ അതിന്റെ കൺവേർഷൻ ചെയ്യാൻ വേണ്ടി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക, ഡെസിമൽ കിട്ടും. ഈ ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 174 ബേസ് 8 ടു ഡെസിമൽ. ഇതിന് കൺവേർട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിലേക്ക് ഞാൻ അതിന്റെ ആൻസർ എനിക്ക് തരും. അപ്പോൾ ആ ആൻസർ ആണോ കിട്ടുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൺവേർഷനിലേക്ക് കിടക്കാം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. നമ്മളിപ്പോൾ ബൈനറി ടു ഡെസിമൽ പറഞ്ഞു, ഒക്ടൽ ടു ഡെസിമൽ പറഞ്ഞു, ഇനി ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ് പറയുന്നത്. ഇവിടെയും ചെയ്യേണ്ടത് ഇത് ഓൾറെഡി നമ്മൾ നമ്പർ സിസ്റ്റം പരിചയപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ്, എക്സ്പാൻഡഡ് ഫോം എന്നുള്ള രൂപത്തിൽ. എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കൺവേർട്ട് AB ബേസ് 16 ടു ഡെസിമൽ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയുടെയും ബിയുടെയും വാല്യൂ എന്താണ്. എ എന്ന് പറഞ്ഞാൽ 10 ആണ്, ബി എന്ന് പറഞ്ഞാൽ 11 ആണ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ബിയുടെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് 16/0 ആണ്, എയുടെ വെയിറ്റ് 16/1 ആണ്. ഇത് രണ്ടും ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് 10 ആണ്, 10 × 16/1 പ്ലസ് 11 × 16/, ബി എന്ന് പറയുന്നത് 11 ആണ്, 11 × 16/0. അപ്പോൾ 10 × 16 160 ആണ്, പ്ലസ് 11 × 16 × 0. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. സോ 11 × 1 11. ക്ലിയർ ആണല്ലോ? അപ്പോൾ 160 പ്ലസ് 11 171 ആണ് ആൻസർ. അപ്പോൾ AB ബേസ് 16 ഈസ് ഈക്വൽ ടു 171 ബേസ് 10. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു ചോദ്യം, ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കാം, എന്നിട്ട് പിന്നെ ആൻസർ ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഇതുകൂടെ ഞാൻ വിശദീകരിക്കാം. 2D5 ബേസ് 16 ടു ഡെസിമൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം 2D5 എടുത്ത് എഴുതുന്നു, അതിന് ഓരോന്നിന്റെയും വെയിറ്റ് കൃത്യമായിട്ട് എടുത്ത് എഴുതുന്നു. ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിനാണ് വെയിറ്റ് ഏറ്റവും കുറവുണ്ടാവുക അല്ലെ. അവസാനത്തെ നമ്പറിനാണ് വെയിറ്റ് കുറവുണ്ടാവുക. ഒരിക്കലും തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകും ആൻസർ. അപ്പോൾ 5നെ 16/0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ D എന്ന് പറഞ്ഞാൽ 13 ആണ്. D എന്ന് പറഞ്ഞാൽ 13 ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ 13നെ 16/1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 16/2. അപ്പോൾ ആൻസർ 16/2 എന്ന് പറഞ്ഞാൽ 256 ആണ്. 256 × 2 512.
പ്ലസ് 13 × 16 208 5 × 1 5 16 is 1. സോ ഇത് ആൻസർ ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 725 എന്നുള്ളതാണ്. അപ്പൊ 2d5 base 16 is equal to 725 base 10 എന്ന് പറയാം. So an hexadecimal number can be converted into decimal equivalent by summing up the product of each hexadecimal digit and its weight. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എന്താണ്, octal to decimal, binary to decimal, octal to decimal and hexadecimal to decimal പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ ഡെസിമൽ ടു അതർ 3യും പറഞ്ഞു. അങ്ങനെ 6 കൺവേർഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6 കൺവേർഷൻസ് ആണ് നമ്മൾ മുന്നിലേക്ക് ബാക്കിയുള്ളത്. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് 2a5നെ പിന്നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കാം. അതിന്റെ സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. A to F എന്ന് പറഞ്ഞാൽ A 10 ആണ്, F 15 ആണെന്നുള്ള ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ ചോദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 3D base 16 ഡെസിമൽ കണ്ടുപിടിക്കുക. ആൻസർ കമന്റ് ബോക്സിലേക്ക് തരാം. ഓക്കെ, അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഈ ഒരു കൺവേർഷൻ പഠിക്കാൻ നിർബന്ധമായും ഈ ഒരു ടേബിൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഒക്ടൽ ഡിജിറ്റുകളുടെ കറസ്പോണ്ടിങ് ബൈനറി 0 എന്നുള്ളതിന് 000 എന്നായിട്ട് എഴുതണം, 3 0 ആയിട്ട് എഴുതണം. 1001 2010 3011 4100 5101 6110 7111. ഇവിടെ an octal number can be converted into binary by converting each octal digit to its 3-bit binary equivalent. എന്താണ് പറയുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. കൺവേർട്ട് 437 base 8 to binary. 437നെ ബൈനറിയിലേക്ക് മാറ്റാൻ 4ന്റെ 3-bit ബൈനറി എഴുതുക, 3യുടെ 3-bit ബൈനറി എഴുതുക, 7ന്റെ 3-bit ബൈനറി എഴുതുക. 4ന്റെ 3-bit ബൈനറി 100 ആണ്, 3ന്റേത് 011 ആണ്. 11 മാത്രം എഴുതിയാൽ പോരാ, 011 3-bit ബൈനറി ഇട്ട് എഴുതണം. 7ന്റേത് 111 ആണ്. ഇത് മൂന്നും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 4ന്റേത് 100, 3യുടേത് 011, 7ന്റേത് 111. ഇതാണ് 437 base 8 എന്നുള്ള ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കൺവേർട്ട് 7201 base 8 ബൈനറി. ഇവിടെ ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് എഴുതുക. 3-bit ബൈനറി ഡിജിറ്റ് എഴുതണം. 7111 ആണ്, 2010 ആണ്. 0 വെറും 0 എഴുതാൻ പാടില്ല, 000 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 0000 ആണ്. 1001 ആണ്, വെറും 1 മാത്രം എഴുതിയാൽ പോരാ. ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 3-bit ബൈനറി എഴുതണം. പിന്നീട് അതിനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 3111ഉം 010യും ഈ 000യും ചേർത്ത് 001 കൂടി ചേർക്കുമ്പോഴത്തേക്ക് 7201 base 8 എന്ന ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ലഭിച്ചു. ആകെ ചെയ്യേണ്ട കാര്യം ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെയും കറസ്പോണ്ടിങ് 3-bit ബൈനറി എഴുതി അത് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ടു കൺവേർട്ട് ഒക്ടൽ നമ്പർ ഇൻ ടു ബൈനറി you only have to convert each digit to 3-bit groups. Okay, 327ന്റെ ഒക്ടൽ ഇങ്ങനെയാണ്. ഈ 327 എന്ന് പറയുന്ന ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തു നോക്കുക. 371 base 8 എന്നുള്ളതിന് ബൈനറിലേക്ക് മാറ്റുക. ആൻസർ കമന്റ് ബോക്സിൽ കാണാം. ഓക്കെ, ഇനി അടുത്ത കൺവേർഷനിലേക്ക് കടക്കാം. ഹെക്സാഡെസിമൽ ഡിജിറ്റ് ടു ബൈനറി കൺവേർഷൻ ആണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച ഒക്ടൽ ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് ബൈനറി 0 എന്നുള്ളതിനെ 000 എന്നതിന് പകരം 4 ഡിജിറ്റ് ആയിട്ട് എഴുതുക. 0 എന്നുള്ളത് 0000. ഓക്കെ, 3 ഡിജിറ്റിന് പകരം 4 ഡിജിറ്റ് ആണ്. അങ്ങനെ ഓരോ എക്സാഡെസിമൽ ഡിജിറ്റും, ഇതൊക്കെ ഓരോ എക്സാഡെസിമൽ ഡിജിറ്റുകളാണ്, അതിന് 4 ബിറ്റ് ബൈനറി ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ 0 എന്നുള്ളത് 000, 0001, 0010, 3 എന്നുള്ളത് 011, 0011, അങ്ങനെ ഓരോന്നും എഴുതുക. പിന്നീട് 8 നമുക്കറിയാം 1000 ആണ്, 91001 ആണ്, A 1010 ആണ്. ഹെക്സാഡെസിമൽ A എന്നുള്ളതിന് 1010 ആണ്, B 1011 ആണ്, C 1100, D 1101, E 1110, F 1111. ഇനി നമ്മളൊരു ഹെക്സാഡെസിമൽ നമ്പറിന്റെ ബൈനറിയിലേക്ക് എങ്ങനെ മാറ്റുന്നു? An hexadecimal number can be converted into binary by converting each hexadecimal digit to its 4-bit binary equivalent. Let's see example. A B എന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം? A എന്നുള്ളതിന്റെ 4 ബിറ്റ് ബൈനറി 1010 ആണ്,
ബി എന്നുള്ളതിന്റെ 4 ബിറ്റ് ബൈനറി 1011 ആണ്. അത് രണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 1010 1011 ആ ഒരു ബൈനറി നമുക്ക് ലഭിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നിരിക്കുന്ന ടേബിൾ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കൺവേർട്ട് 2F15 base 16 to ബൈനറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 എന്നുള്ളത് 0010 ആണ്. F എന്നുള്ളത് 411 ആണ്. 1111. 1 എന്നുള്ളത് 0001 ആണ്. 4 ബിറ്റ് ബൈനറി എഴുതണം. 4 ബിറ്റ് ബൈനറി ഈക്വലന്റ് ഓഫ് ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ്. 1 എന്നുള്ളത് 0001 ആണ്. 5 എന്നുള്ളത് 0101 ആണ്. ഓക്കെ, 4 ബിറ്റായിട്ട് എഴുതുക. ഇതിനെ ക്ലബ് ചെയ്യുക. തീർച്ചയായിട്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഈ 2 0 വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ 1 0, പിന്നെ ഈ 4 1, ഓക്കെ, പിന്നെ ഈ 0001 എന്നുള്ള ഈ ഭാഗം കിട്ടി. പിന്നെ അവസാനത്തെ 0101 ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2F15 എന്ന ഹെക്സാഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ലഭിച്ചു. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇത് തന്നെയാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. 3യുടെ 4 ബിറ്റ് ബൈനറി, എയുടെ 4 ബിറ്റ് ബൈനറി, ബിയുടെ 4 ബിറ്റ് ബൈനറി, 2യുടെ 4 ബിറ്റ് ബൈനറി, അതിനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 3AB2 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. DE3 base 16 to ബൈനറി. ഓക്കെ, ആൻസർ കമന്റ് ബോക്സിൽ തരാം, ചെയ്തു നോക്കൂ. അടുത്ത കൺവേർഷനിലേക്ക് വരാം. ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ബൈനറി നമ്പർ, ആ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഒക്ടലിലേക്ക് മാറ്റുന്നു? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബൈനറി നമ്പർ 101001 ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക, 2 ഗ്രൂപ്പായിട്ട്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 3 ബിറ്റിന്റെ ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ 3 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഒക്ടൽ ഡിജിറ്റ് കിട്ടും. 001 എന്നുള്ളത് 1 ആണ്. 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. 51 base 8 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ തിയറി നോക്കാം. എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇറ്റ്സ് ഒക്ടൽ ഇക്വലന്റ് ബൈ ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു group of 3 bits and then each group is converted to its octal equivalent. ഓക്കെ, ഇവിടെ ഒരു ബൈനറി നമ്പറിനെ ഒക്ടൽ ഡിജിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? 3 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഓരോ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യുക? അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. വീണ്ടും ഈ ടേബിൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നേരത്തെ പഠിച്ചതാണ്. എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 1011001111 base 2 to octal. ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ ഭാഗത്തുള്ള പിന്നെ 111 എന്നുള്ളത് 7 ആണ്. പിന്നെ വരുന്നത് 100 ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് 1015 ആണ്. സോ ഗ്രൂപ്പിംഗ് തുടങ്ങുന്നത് വലത് ഭാഗത്തു നിന്നാണ്, പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ 101ന്റെ 5, 100യുടെ 4, 111 എന്നുള്ളതിന്റെ 7 ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈനറിയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ ലഭിച്ചു. നേരത്തെ നമ്മൾ ചെയ്ത ഒക്ടൽ ടു ബൈനറിയുടെ നേരെ റിവേഴ്സ് എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ കൂടെ ശ്രദ്ധിക്കുക. ബൈനറി നമ്പർ 0110110 ഇതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്നാണ് ഗ്രൂപ്പിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ 6 ആണ്. പിന്നെ ഇതാണ് ഗ്രൂപ്പിംഗ് തുടങ്ങുന്നത്, അത് 010 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ ചിലപ്പോൾ 11 മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 0 കൂടി ചേർക്കാം. 011 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 3 ആണ്. സോ ആൻസർ ഈസ് 326 ഈ ഒരു നമ്പർ നിങ്ങൾ ചെയ്ത് നോക്കുക. 111000101 ഇതിന്റെ ആൻസർ എന്തായിരിക്കും നമുക്ക് നോക്കാം. കമന്റ് ബോക്സിൽ ആൻസർ തരാം, ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ബൈനറി ടു ഒക്ടൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4 ബിറ്റിന്റെ ഗ്രൂപ്പാക്കി തിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പറിനെ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇവിടെ ഏറ്റവും അവസാനത്തെ 1010 എന്നുള്ളത് ഒരു ഗ്രൂപ്പാണ്. പിന്നീട് വരുന്ന ഇപ്പുറത്തെ ഭാഗത്തുള്ള 0011 എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പാണ്. പിന്നീടുള്ളത് 1011 എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പാണ്. ഈ ഓരോ 4 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമുക്കറിയാം. 1011 എന്ന് പറഞ്ഞാൽ ബി ആണ്, 0011 എന്നാൽ 3 ആണ്, 1010 എന്ന് പറഞ്ഞാൽ എ ആണ്. ഈ ടേബിൾ ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നിർബന്ധമായിട്ടും അത് മനസ്സിലാക്കി വെക്കുക. ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും B3A എന്നുള്ളതാണ്
ഈ തന്നിരിക്കുന്ന ബൈനറിയുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ. സോ എ ബൈനറി നമ്പർ can be converted into its hexadecimal by grouping binary digits to group of 4 bits and then each group is converted to its hexadecimal equivalent. സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈനറി ടു ഒക്ടൽ ചെയ്തത് 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ബൈനറി ടു ഹെക്സാഡെസിമൽ നമ്മൾ ചെയ്യേണ്ടത് 4 ബിറ്റിന്റെ ഗ്രൂപ്പാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺവേർട്ട് ദിസ് ബൈനറി ടു ഹെക്സ. സി ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു, വലത് ഭാഗത്താണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ഫ്രം റൈറ്റ്. ഓക്കെ, ഡിവൈഡ് അപ്പ് ഇൻ ടു ബ്ലോക്സ് ഓഫ് 4 ഗ്രൂപ്പ് 4 ഡിജിറ്റ്സ് എന്നാണ്. റൈറ്റ് നിന്ന് തുടങ്ങുക. 0 0 1 0 അത് 2 ആണ്. 0 1 1 1 അത് 7 ആണ്. 0 1 1 അഗെയിൻ അത് 7 ആണ്. പിന്നെ 1 1 1 1 F ആണ്. പിന്നെ ഒരു 1 മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്, അത് 1 ആയിട്ട് തന്നെ എഴുതുക. സോ ഈ ഒരു ബൈനറിയുടെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ 1F772 എന്നുള്ളതാണ്. ഇത് നമുക്ക് ചെയ്തു നോക്കാം. കൺവേർട്ട് ദിസ് ബൈനറി നമ്പർ ടു കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ. ശ്രദ്ധിക്കേണ്ട, ഇവിടുന്നാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, വലത് ഭാഗത്താണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇടത് ഭാഗത്ത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺവേർഷൻ ആണ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ഈ ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കുക. നമുക്കറിയാലോ, വളരെ സിമ്പിൾ ആണല്ലോ. ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് 4100 5101 7111. ഓക്കെ, ബൈനറിയിലേക്ക് മാറ്റുക. പിന്നെ നമുക്ക് ആ ബൈനറിയിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ബൈനറിയുടെ ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ 4ന്റെ ഗ്രൂപ്പാക്കി തിരിക്കുക എന്നുള്ളതാണ്. 4ന്റെ ഗ്രൂപ്പാക്കി തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ 4ന്റെ ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ നമുക്ക് 1 1 1 1 എന്നുള്ളത് F കിട്ടും. 0 0 1 1 0 എന്നുള്ളത് 2 കിട്ടും. 0 0 0 1 എന്നുള്ളത്, അതായത് ഈ ഒരു ഭാഗം, അവസാനത്തെ ഭാഗം 1 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 1 2 F എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാം 457 ബേസ് 8 എന്ന് പറഞ്ഞാൽ 1 to F ബേസ് 60 എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പ് കാണാം. ആദ്യം ഒക്ടൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റി പിന്നെ ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്നത് കാണാം. ഓക്കെ, അതായത് അതിന്റെ സ്റ്റെപ്പ് ഇതാണ്. ആദ്യം ഒക്ടൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബൈനറിയിലേക്ക് മാറ്റുക. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ അല്ലെ. ഒക്ടൽ നമ്പർ കിട്ടിയാൽ എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം. പിന്നീട് ആ ബൈനറിയെ എന്ത് ചെയ്യുക, 4 ബിറ്റിന്റെ ഗ്രൂപ്പാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് അതിനെ മാറ്റുക. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 175 ബേസ് 8 എന്ന് പറഞ്ഞാൽ 70 ബേസ് 16 എന്നാണ്. അവസാന ഭാഗം ഈ ഭാഗം 0 ആണ്, അത് നമുക്ക് വിട്ടേക്കാം. അതുകൊണ്ടാണ് 0 എന്നുള്ളത് മാറ്റി ഇവിടെ 70 എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. സോ കൺവേർഷൻ ഓഫ് എൻ ഒക്ടൽ നമ്പർ ടു ഹെക്സാഡെസിമൽ നമ്പർ ഈസ് എ 2-step പ്രോസസ്. ഓക്കെ, ഒക്ടൽ നമ്പറിന്ന് ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഒക്ടൽ നമ്പർ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു ബൈനറി. ആദ്യം ഒക്ടൽ നമ്പറിന്റെ ബൈനറിയിലേക്ക് മാറ്റുന്നു. ദിസ് ബൈനറി ഈക്വലന്റ് ഈസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു ഹെക്സാഡെസിമൽ. ഈ ബൈനറിയെ പിന്നെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടൽ നമ്പറിന്റെ ഡെസിമലിലേക്ക് മാറ്റിയിട്ട് ആ ഡെസിമലിനെ പിന്നെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്ന രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ ഈ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ചോദ്യം, കൺവേർട്ട് 453 ബേസ് 8 ടു ഹെക്സാഡെസിമൽ ചെയ്തു നോക്കുക. ആൻസർ കമന്റ് ബോക്സിൽ തരാം. അവസാനത്തെ കൺവേർഷൻ, നമ്മുടെ ഈ കൺവേർഷനിലെ അവസാനത്തെ 12ാമത്തെ കൺവേർഷൻ ആണ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റെപ്പാണ്. ആദ്യം ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റുന്നു. ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റുന്നത് നമ്മൾ പഠിച്ചതാണല്ലോ. ആ ബൈനറിയെ പിന്നെ എന്ത് ചെയ്യുന്നു, ഒക്ടലിലേക്ക് മാറ്റുന്നു. ഒക്ടലിലേക്ക് മാറ്റുമ്പോൾ 3 ബിറ്റിന്റെ ഗ്രൂപ്പാക്കിയിട്ടാണ് തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ A to D എന്നുള്ള ഹെക്സാഡെസിമലിന്റെ ബൈനറി എന്ന് പറയുന്നത് 101000101101 ആണ്. ഓക്കെ, ഇനി ആ തന്നിരിക്കുന്ന ബൈനറിയെ ഒക്ടലിലേക്ക് മാറ്റാൻ വേണ്ടി വലത് ഭാഗത്ത് നിന്ന് ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങുക. അപ്പൊ 101 എന്നുള്ളത് ഈ വലത് ഭാഗത്ത് നമുക്ക് കാണാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5055 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് പറയാം A to D ബേസ് 16 എന്നാൽ 5055 എന്നാണ്, ബേസ് 8 എന്നാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കൺവേർട്ട് B5A ബേസ് 16 ടു ഒക്ടൽ എന്നുള്ളതാണ്. B5A ബേസ് 16 ടു ഒക്ടൽ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബിയുടെ ബൈനറി കണ്ടു, എയുടെ ബൈനറി, 5ന്റെ ബൈനറി നമുക്കറിയാം, എയുടെ ബൈനറി അറിയാം. അതിനെ ബൈനറിയിലേക്ക് മാറ്റി ആ ബൈനറിയെ പിന്നെ ഒക്ടലിലേക്ക് മാറ്റുന്നു. 3 ബിറ്റിന്റെ ഒക്ടലിലേക്ക് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. DA3 ബേസ് 16 ഒക്ടലിലേക്ക് മാറ്റുന്നത് ഒന്ന് ചെയ്ത് നോക്കുക.
ഇതിന് ആൻസർ എന്താണ് കിട്ടുന്നത് നോക്കാം. അപ്പൊ 12 കൺവേർഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൺവേർഷന്റെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെ ബൈനറിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെ ബൈനറിലേക്ക് മാറ്റാം, ഇതൊരു വ്യത്യസ്തമായ സ്റ്റെപ്പാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. സിമ്പിൾ ആണ്. ചോദ്യം ഇതാണ്: കൺവേർട്ട് 0.75 ടു ബൈനറി. 0.75 ബൈനറിലേക്ക് മാറ്റുക. ഇവിടെ ചെയ്യുന്നത് 0.75 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1.50 ആൻസർ കിട്ടും. ഇതിൽ ഡെസിമൽ പോയിന്റിന്റെ ഇടതുഭാഗത്തുള്ള ഭാഗം ഇവിടെ എടുത്ത് എഴുതുക. അപ്പൊ 0.50 ഇൻറ്റു 2 എന്ന് നമുക്ക് വീണ്ടും ചെയ്യാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1.00 കിട്ടും. അപ്പൊ 00 കിട്ടുന്നവരെ ചെയ്യുക. ഈ 1 എന്ത് ചെയ്യുക? ഇവിടത്തേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് താഴത്തേക്ക് ഏറോ വരച്ച് എഴുതുക. അപ്പൊ നമുക്ക് പറയാം 0.75 ഈസ് 0.11 ബേസ് 2. ഓക്കെ, അതേപോലെ 0.625 ഒന്ന് ചെയ്ത് നോക്കൂ. 0.625 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ 1.25 ആണ്. ആ 1 നമ്മൾ ഇവിടത്തേക്ക് താഴെ എടുത്ത് എഴുതുന്നു. 0.25 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.50 ആണ്. 0.50 ആണ്. അപ്പൊ അതിലുള്ള 0 ഇവിടത്തേക്ക് എടുത്ത് എഴുതുന്നു. ഓക്കെ, പിന്നെ 0.50 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1.00 കിട്ടുന്നു. അപ്പൊ ആ 1 ഇവിടത്തേക്ക് എടുത്ത് എഴുതുന്നു. 00 കിട്ടുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. സോ വി ക്യാൻ സേ ദാറ്റ് 0.625 ഈസ് 0.101 ബേസ് 2 എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ട് ഭാഗവും, അതായത് ഫ്രാക്ഷനും അതുപോലെ ഇന്റിജർ പാർട്ടും ഉള്ളതാണെങ്കിൽ കൺവേർട്ട് 15.25 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മാർക്കിന് ചോദിച്ചേക്കാം. 15 സാധാരണ ചെയ്യുന്നത് പോലെ കൺവേർട്ട് ചെയ്യുക. 50 എന്നുള്ളത് സാധാരണ ഒരു ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുന്ന പോലെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. അപ്പൊ 15 എന്നാൽ 15 2 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടും. ബാക്കി 1. 7 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. ബാക്കി 1. 3 2 കൊണ്ട് ഹരിച്ചാൽ പിന്നെ 1 കിട്ടും. ബാക്കി 1, റിമൈൻഡർ 1. 1 2 കൊണ്ട് ഹരിച്ചാൽ 0 ആൻസർ കിട്ടും. 1 റിമൈൻഡർ മുകളിലേക്ക് എടുത്ത് എഴുതുക. അപ്പൊ എന്താണ് 15 പാർട്ട് എന്ന് പറയുന്നത് 1111 എന്നുള്ളതാണ്. ഇനി 0.25 മാറ്റാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 0.25 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 0.50 കിട്ടും. അപ്പൊ 0 എടുത്ത് എഴുതുക. 0.50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1.00 കിട്ടും. അപ്പൊ ആ 1 താഴത്തെ എടുത്ത് എഴുതുക. അപ്പൊ 0.01. സോ ഇത് രണ്ടും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 15 1111 0.25 0.01 ആണ് ക്ലബ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇതേപോലെ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 31.375 എങ്ങനെ മാറ്റാം? അപ്പൊ 31 ബൈനറി ഇതുപോലെ കണ്ടുപിടിക്കുക. 0.375 ബൈനറി ഇതുപോലെ കണ്ടുപിടിക്കുക. രണ്ടും വ്യത്യസ്ത സ്റ്റെപ്പുകളാണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെ ബൈനറിലേക്ക് മാറ്റുന്നു പഠിച്ചു. സ്വാഭാവികമായിട്ടും ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത് ബൈനറി ഫ്രാക്ഷൻ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ബൈനറി ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് മാറ്റുന്നത് പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം വെയിറ്റിന്റെ കാര്യം. നമ്മൾ നേരത്തെ ബൈനറി നമ്പറിന്റെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ വെയിറ്റ് കൊടുത്തിരുന്നു. അവിടെ 2ന്റെ പവർ ആയിരുന്നു, പോസിറ്റീവ് പവർ ആയിരുന്നു. എന്നാൽ ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ 2ന്റെ നെഗറ്റീവ് പവർ ആണ് വരുന്നത്. അതായത് ഇവിടെ വരുന്ന, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. കൺവേർട്ട് 0.101 ബേസ് 2 എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഈ 1ന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് 2 ആണ്. അടുത്തതിന് 2 3 ആണ്. ഓക്കെ, എന്താണ് 2 0.5 ആണ്. ഓർമ്മിച്ച് വെക്കുക. 2 എന്ന് പറഞ്ഞാലോ 0.25 ആണ്. 2 3 0.125 ആണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഓരോ ബിറ്റിനെയും ഇതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 × 2 പ്ലസ് 0 × 2 പ്ലസ് 1 × 2 3. That is 0.5 plus 0 plus 0.125. Answer is 0.625. ഇതേപോലെ നമുക്ക് അടുത്ത ഭാഗവും ഇതേപോലെ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രാക്ഷന്റെ ഇടത് ഭാഗത്ത് പിന്നെ 1010 കാണാം. ഈ 1010 നമ്മൾ മുമ്പ് പഠിച്ച പോലെ പോസിറ്റീവ് പവേഴ്സ് ആണ്. 1010 എന്ന് പറഞ്ഞാൽ 10 ആണ്. നമുക്കറിയാലോ 10 കിട്ടും. 0.11 ആണെങ്കിലോ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് മൈനസ് പിന്നെ 2 1 ആണ്. 2 2 ആണ് ഓരോന്നിന്റെയും. അപ്പൊ 1 × 2 പ്ലസ് 1 × 2 ആണ് 0.11 എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും ക്ലബ് ചെയ്യുകയാണെങ്കിൽ വി കൻ സേ ദാറ്റ് എന്താണ് 1010.11 ബേസ് 2 എന്ന് പറഞ്ഞാൽ 10.75 ആണെന്ന് പറയാം. ഓക്കെ, 0.5 പ്ലസ് 0.25 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 0.75. ദാറ്റ് ഈസ് 10.75 ആണ് ആൻസർ കിട്ടുക. ഇതും ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കുക. എന്നാലും കൺവേർഷന്റെ ഈ ഫ്രാക്ഷന്റെ കൺവേർഷന്റെ കാര്യത്തിൽ വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മതി.
വളരെ ഈസി ആയിട്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 0.5 എന്നുള്ളതിന്റെ ബൈനറി 0.1 ആണ്. 0.25 എന്നുള്ളതിന്റെ ബൈനറി 0.01 ആണ്. 0.125ന്റെ ബൈനറി 0.001 ആണ്. 0.0625 എന്നുള്ളതിന്റെ ബൈനറി 0.0001 ആണ്. നമുക്കറിയാം 0.5 പ്ലസ് 0.25 ആണല്ലോ 0.75 അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ മതി. 0.1 പ്ലസ് 0.01 ദാറ്റ് ഈസ് 0.11. അതേപോലെ നമുക്ക് പറയാം 0.5 പ്ലസ് 0.125 ആണല്ലോ 0.625. അപ്പൊ ഇതും 125 ആഡ് ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടും? 0.101. 0.375 ഇതുപോലെ കിട്ടും 0.011. ഈ ഒരു ടേബിള് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ ടു ബൈനറിയും ബൈനറി ടു ഡെസിമലും ഫ്രാക്ഷൻ കൺവേർഷൻ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ടേബിൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടേബിളാണ് ഇത് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ പഠിച്ച 12 കൺവേർഷൻസിന്റെയും സ്റ്റെപ്പുകൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഡെസിമൽ ടു ബൈനറി നമുക്കറിയാം. ഡെസിമൽ ടു 3 അല്ലെ, ഡെസിമൽ ടു 3 കൺവേർഷൻ. ഡെസിമൽ ടു ബൈനറി ആണെങ്കിലും ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിലും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്. ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ 2 കൊണ്ട്, ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ 8 കൊണ്ട്, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ റിമൈൻഡേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ബൈനറി ഡിജിറ്റ് ബൈ പ്ലേസ് വാല്യൂ ആൻഡ് ഫൈൻഡ് ദെയർ സം. ഇനി ഒക്ടൽ ടു ഡെസിമൽ ആണെങ്കിലോ മൾട്ടിപ്ലൈ ഒക്ടൽ ഡിജിറ്റ്സ് ബൈ പ്ലേസ് വാല്യൂ ആൻഡ് ഫൈൻഡ് ദെയർ സം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണെങ്കിലോ മൾട്ടിപ്ലൈ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ബൈ പ്ലേസ് വാല്യൂ ആൻഡ് ഫൈൻഡ് ദെയർ സം. ഇപ്പൊ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക, എല്ലാം അതിന്റെ ഡിജിറ്റിനെ പ്ലേസ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഇനി ഒക്ടൽ ടു ബൈനറി എന്നുള്ളത് കൺവേർട്ട് ഈച്ച് ഒക്ടൽ ഡിജിറ്റ് ടു 3 ബിറ്റ്. ഇനി ഹെക്സാഡെസിമൽ ടു ബൈനറി ആണെങ്കിലോ കൺവേർട്ട് ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ടു 4 ബിറ്റ് ബൈനറി. ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ നേരെ റിവേഴ്സ്, ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു ഗ്രൂപ്പ്സ് ഓഫ് 3 ബിറ്റ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതേപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു ഗ്രൂപ്പ്സ് ഓഫ് 4 ബിറ്റ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 2 സ്റ്റെപ്പാണ്. ആദ്യം ഒക്ടലിന് ബൈനറിയിലേക്ക്, പിന്നെ ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക്. അതേപോലെ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിലോ ഹെക്സാഡെസിമൽ നിന്ന് ബൈനറിയിലേക്ക്, ബൈനറിയിൽ നിന്ന് പിന്നെ ഒക്ടലിലേക്ക്. ഈ ടേബിൾ കൂടെ പഠിക്കുക. ക്ലിയർ? അപ്പോൾ ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗം നമ്പർ കൺവേർഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വളരെ ലെങ്തിയായ ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോസ് ചെയ്തിട്ട് അവിടെയുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കുക. ഓക്കെ, തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള ഡാറ്റ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.